ടാക്സുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെർസെൻറ്റേജ്, ശതമാനം. എല്ലാ മത്സര പരീക്ഷകളിലും 2-3 ചോദ്യങ്ങൾ ഈ ഒറ്റ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബേസിക്കായി നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കുട്ടികൾ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ്. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ ഞാൻ പെർസെൻറ്റേജിലേക്ക് കടക്കുകയാണ്, ശതമാനത്തിലേക്ക് കടക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അറിയേണ്ടത് കാര്യം, നമ്മൾ 100% എന്ന് പറഞ്ഞാൽ ഫുള്ള്, മുഴുവൻ ഒരു കാര്യത്തിൻ്റെ മുഴുവൻ ശരിയാവുന്നുണ്ടെങ്കിൽ, മുഴുവനെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് 100% എന്ന് പറയും. ഉദാഹരണം, നമ്മൾ 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്, 40 കുട്ടികളും മാത്തമാറ്റിക്സിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും 100% മാത്തമാറ്റിക്സിൽ പാസ്സായിട്ടുണ്ട് എന്ന്. 100% എന്ന് പറഞ്ഞാൽ മുഴുവനാണ് എന്നുള്ള ഐഡിയ നമ്മൾക്ക് അറിയാം. രണ്ടാമത്തെ കാര്യം, 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് 100%-ൽ 10% എന്നാണ്. അപ്പോൾ അത് വരിക 110% ആണ്. അതേപോലെ 10% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് 100-ൽ നിന്ന് 10% കുറഞ്ഞു എന്നാണ്. അപ്പോൾ വരുന്നത് 90% ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞാൽ ഇതിലെത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. പിന്നെ പെർസെൻറ്റേജിന്റെ മീനിങ് നിങ്ങൾക്കറിയാം, പെർസെന്റ് എന്നാണ്. പെർസെന്റ്, ഇപ്പോൾ സെഞ്ചുറി ഉദ്ദേശിക്കുന്നത് 100, സെഞ്ചുറി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ പെർ സെഞ്ചുറി, അതായത് 100-ൽ എത്ര എന്നുള്ളതാണ്. പെർ 100-ൽ എത്ര എന്നുള്ളതാണ് ഈ പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ 50 കുട്ടികളില് 50 ബോയ്സ് ഉണ്ട്, 50 ബോയ്സിൽ 15 ബോയ്സ് പാസ്സായി എങ്കിൽ പെർസെൻറ്റേജിൽ പറയുമ്പോൾ ഇതിനെ 100 ബോയ്സ് ആയിട്ട് എടുക്കും. 100 ബോയ്സിൽ 30 ബോയ്സ് പാസ്സായി. അപ്പോൾ 100 ബോയ്സിൽ 30 ബോയ്സ് എന്ന് പറയുമ്പോൾ 30% എന്ന് പറയും. അതായത് 50 കുട്ടികളിൽ 15 കുട്ടികൾ പാസ്സായി എന്നുള്ളത് നമ്മൾ 30% പാസ്സായി എന്നാണ് പറയുക. അതായത് 50-നെ 30% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 15 കിട്ടും. 50-നെ 30%, ഫ്രാക്ഷൻ ആക്കിയിട്ട് ബൈ 100 എന്നാണ് എഴുതുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്താൽ ഈ 0 കട്ട് ചെയ്താൽ 5 3 15. കണ്ടില്ലേ, 50 കുട്ടികളുടെ 30% ആണ് എത്ര വരുന്നത്, നമുക്ക് 15 എന്ന് വരുന്നത്. അപ്പോൾ പെർസെൻറ്റേജിന്റെ കാര്യങ്ങൾ ഇത്രയും ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, നോക്കൂ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A man saves 10% of his savings and deposits 20% of the savings in a bank. What percent of his total earnings does he deposit in the bank? അതായത് ഒരാൾ അയാളുടെ വരുമാനത്തിന്റെ 10% സമ്പാദിക്കുന്നു. 10%, അയാളുടെ വരുമാനം നമ്മൾക്ക് 100% എടുത്താൽ അതിന്റെ 10% അയാള് എന്ത് ചെയ്യുന്നു, അയാള് വരവ് സമ്പാദിക്കുന്നു. ആ വരവിന്റെ സമ്പാദിക്കുന്നതിന്റെ 20% ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഏതിന്റെ? ഈ 10%-ന്റെ 20%. അതായത് 20%, ഇംഗ്ലീഷിലാണെങ്കിൽ 20% ഓഫ് 10% ഇയാൾ എവിടെ ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. വാട്ട് പെർസെന്റ് ഓഫ് ഹിസ് ടോട്ടൽ ഏർണിംഗ്സ് ഡസ് ഹി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്? അയാൾ ബാങ്കിൽ ആകെ വരുമാനത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയട്ടെ, 10% ആണ് അയാള് സമ്പാദിക്കുന്നത്. അയാളുടെ വരുമാനത്തിന്റെ ശമ്പളം അയാൾക്ക് എത്രയോ ഉണ്ടാവും, അതിന്റെ 10% അയാൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത്. ഈ മാറ്റിവെക്കുന്ന പൈസയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന്റെ 20%, അത് മുഴുവനല്ല, അതിന്റെ 20% ഇത്. അപ്പൊ 100% ആണ് ഇത്. 100% ആണ് അയാളുടെ വരുമാനം, ഇൻകം എങ്കിൽ ആ 100%-ന്റെ 10% ആണ് അയാൾ എന്ത് ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്. ആ സമ്പാദിക്കുന്നതിന്റെ 20% അയാൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാണ്.
അപ്പോൾ ആകെയുള്ളതിന്റെ എത്ര പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നാണ്. സിമ്പിൾ ആണ് പ്രോബ്ലം. 10% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10/100. ഓക്കെ, അതിന്റെ 20% എന്ന് പറഞ്ഞാല് ഇൻറ്റു 20/100. ഇന്റെ ഓഫ് എന്നൊക്കെ പറയുന്നത് മാത്തമാറ്റിക്സിൽ ഇൻറ്റു എന്ന് പറയുന്ന ഗുണിക്കുക എന്ന് പറയുന്ന ഓപ്പറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം കുട്ടികൾ. ഇപ്പോഴും നോക്കിക്കോളൂ, 0 കട്ട് ചെയ്തു, ഈ 0യും കട്ട് ചെയ്തു. 1 × 2 നമുക്ക് കിട്ടും 2/100. 2/100 നമുക്ക് പെർസെൻറ്റേജിലാക്കിയിട്ട് എഴുതിയാൽ ആൻസർ കിട്ടും 2% എന്ന് കിട്ടും. അതായത് 100% ആണ് അയാളുടെ വരുമാനമെങ്കിൽ അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഓൺലി 2% ആണെന്ന് അർത്ഥം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റകൾ, ഈ തന്നിരിക്കുന്ന ഇത്ര പോലെ ഡാറ്റകൾ മാത്രം നമ്മൾ ചെയ്താൽ അതിന്റെ ആൻസർ ആയി. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 10% 10/100 എന്ന് എഴുതാം, 20% 20/100. അത് മേലിൽ താഴെ 0 വരുന്ന നമുക്ക് കട്ട് ചെയ്യാൻ അറിയാലോ. അപ്പോൾ 2/100 പറഞ്ഞാൽ 2%. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മെർച്ചന്റ് മാർക്സ് ഹിസ് ഗുഡ്സ് 30% above his cost price. If he allows a discount of 10%, find his profit percentage. കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില മുടക്ക് മുതലിനേക്കാൾ 30% കൂട്ടിയിട്ടു. അപ്പൊ മുടക്ക് മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് 100% ആയിട്ടാണ് നമ്മൾ മനസ്സിൽ കരുതുന്നത്. അപ്പൊ 30% കൂട്ടിയിട്ടു എന്ന് പറയുമ്പോൾ 100ന്റെ കൂടെ 30 കൂട്ടേണ്ടത്. അപ്പൊ എത്ര വരിക? 130% മാറും. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. അപ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുത്തു. 10% ഡിസ്കൗണ്ട് കൊടുക്കുക പറഞ്ഞാല് 10% കുറക്കുക. ഈ കൂട്ടുന്നതും കുറക്കുന്നതും 100%ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ 10% കുറക്കുക എന്ന് പറയുമ്പോൾ 100ൽ നിന്നാണ് 10 കുറക്കേണ്ടത്. അത് നമുക്ക് കിട്ടും 90% കിട്ടും. പക്ഷെ പല കുട്ടികളും വിചാരിക്കുക 30% കൂട്ടി എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ കൂട്ടും, 10% കുറക്കുക ഇതിൽ നിന്നാണ് കുറക്കുക. നോ, ഈ വിലയിൽ ഈ വില 130% ഫുള്ളായിട്ട് മാറി. അതിൽ നിന്ന് 10% ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 100 നിന്നാണ് 10% കുറക്കേണ്ടത്. ഈ ഫുൾ ക്വാണ്ടിറ്റി 100% ആയിട്ട് എടുക്കും. അപ്പോഴാണ് അതിന് 10% എന്ന അർത്ഥത്തിൽ 90, ഈ വിലയുടെ 90% എന്നാണ് അർത്ഥം. ഓക്കെ, ശരി. അപ്പൊ ഇത് 130% നമുക്ക് എങ്ങനെ എഴുതാം? 130/100 എന്ന് എഴുതാലോ. പെർസെന്റേജിനെ ബൈ ഇട്ടിട്ട് എഴുതാം. ഇൻറ്റു ഇതിന്റെ 90%, ഇതുമാണ്. അപ്പൊ ഇൻറ്റു എന്നാണ് വരിക. അപ്പൊ നമുക്ക് കിട്ടും 90/100. അപ്പൊ ആദ്യം അയാൾ 100% ഉണ്ടായ വില 130% ആക്കി, പിന്നീട് അയാൾ 10% കുറച്ചു. ഇപ്പൊ 90/100 എന്ന് വന്നു. ഓക്കെ, എപ്പോഴും കൂടുമ്പോൾ 100ന്റെ കൂടെ കൂട്ടുക. എപ്പോഴും കുറയുന്നു എന്ന് പറയുമ്പോൾ, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് കുറക്കുക. 100നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടിയും കുറയും വേണ്ടത്. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പോഴും നോക്കിക്കോളൂ. 0 കട്ട് ചെയ്യാം, ഈ 0യും കട്ട് ചെയ്യാം. ബാക്കി 13നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 117 കിട്ടും. 117/100. 117/100 നമ്മുടെ പെർസെന്റേജിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 117% എന്ന് കിട്ടും. 117 അല്ലെങ്കിൽ ഇൻറ്റു 100% എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം 117%. ഇപ്പോ ആദ്യം നമ്മൾ എടുത്തത് എത്രയാണ്? 100% ആണ് മനസ്സിൽ വിചാരിച്ചത്. ഇപ്പൊ കിട്ടിയത് 117. അപ്പൊ എന്താ അർത്ഥം? 17% അവിടെ ഇൻക്രീസ്, വർധനവ് ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ അതിന്റെ ആൻസർ 17%. വിറ്റാൽ ലാഭശതമാനം എത്രയാണെന്നാണ്. അപ്പൊ 17% പുള്ളിക്ക് ലാഭം കിട്ടുക. ആദ്യം 30% കൂട്ടി, പിന്നെ 10% കുറച്ചിട്ടാണ് അയാൾ വിൽക്കുന്നതെങ്കിൽ ആകെ അയാൾക്ക് കിട്ടുന്നത് 17% വർധനവ്. ഇതിന്റെ 17% ഇയാൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി 117 പകരം ഇവിടെ 90% കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ പറയും 10% കുറവ്, നഷ്ടമാണെന്ന് നമ്മൾ പറയും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. 12.50 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 13 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ പൈസ 1250 ആണ്, സോൾഡ് ഫോർ 13 rupees. അപ്പൊ 12.50 വാങ്ങിയിട്ട് 13 രൂപക്കാണ് വിൽക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജിന്റെ ഫോർമുല ഒന്ന് കൃത്യമായിട്ട് എല്ലാ കുട്ടികളും മനസ്സിലാക്കി വെക്കുക. പ്രോഫിറ്റ് ബൈ CP, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100% ആണ് അതിന്റെ ഫോർമുല. എപ്പോൾ ചോദിച്ചാലും
അതുപോലെ ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസിന് എപ്പോഴും താഴെ വരുള്ളൂ ഇൻറ്റു 100% ആണ്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, 12.50 വാങ്ങിയിട്ട് 13 രൂപയ്ക്ക് വിറ്റാൽ 50 പൈസയാണ് കിട്ടുക അല്ലെ. അതായത് 0.50 രൂപയാണ് കൂടുതൽ. ഇത് അതിന്റെ ലാഭം, ഇംഗ്ലീഷിൽ പറഞ്ഞാല് പ്രോഫിറ്റ് കിട്ടുന്നത് എത്രയാണ്? 0.50 ആണ് കിട്ടുന്നത്. അപ്പൊ പ്രോഫിറ്റ് കിട്ടി എത്ര? 0.50. വാങ്ങിയ വില എത്ര കിട്ടി? 12.50. നോക്കൂ, ഇൻറ്റു 100% ആയാൽ ആൻസർ ആയി. നോക്കിക്കോ, ഇവിടെ 0 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി 0.5/12.5. ഇപ്പൊ രണ്ട് സ്ഥലത്തും സെയിം ഡെസിമൽ ആയതുകൊണ്ട് നമ്മൾക്ക് അതിനെ ഇങ്ങനെ തന്നെ എഴുതാം. 5/125 ഇൻറ്റു 100% എന്ന് എഴുതാം. കാരണം ഇതിനും 2% 2 ഡെസിമൽ ആയിരുന്നു, ഇതിനും 2 ഡെസിമൽ ആയിരുന്നു. 2 ഈക്വൽ ആണെങ്കിൽ അവിടെ നമ്മൾക്ക് ഡെസിമല് ആക്ട് ചെയ്യേ വേണ്ട എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ 5/125 ഇൻറ്റു 100. 5 125 25 5 125 ആണ്. അപ്പൊ 25 പോവും. 25 100 നമുക്ക് 4 തവണ പോവും. അപ്പൊ 1 ഇൻറ്റു 4 നമുക്ക് കിട്ടും 4%. അതിന്റെ ആൻസർ കിട്ടും. ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് അതിന്റെ വരിക. ശ്രദ്ധിക്കുക, 0.5 ലാഭം കിട്ടി. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100% എന്നുള്ള സൂത്രവാക്യം പഠിക്കുക. മലയാളത്തിൽ ഞാൻ എഴുതാം. ലാഭശതമാനം എന്ന് പറഞ്ഞാല് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100%. ഇതാണ് അതിന്റെ ഫോർമുല. അപ്പൊ അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡെസിമലിന്റെ കാര്യം കൂടെ പറഞ്ഞു, അതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമു ലോസ്റ്റ് 20% of total amount in his hand. He spent 25% of the rest of amount to purchase some products. Only 480 rupees is left in his hand. How much money has he lost? അപ്പൊ മലയാളത്തിലൂടെ ക്വസ്റ്റ്യൻ ഉണ്ട്. രാമുവിന്റെ കൈവശമുള്ള തുകയുടെ 20% നഷ്ടപ്പെട്ടു പോയി. രാമുവിന്റെ കയ്യിൽ എത്രയാണ് ഉള്ളത് എന്ന് നമ്മൾക്ക് അറിയില്ല. അപ്പൊ രാമുവിന്റെ കയ്യിൽ 100% ഉണ്ടായിന്ന് കരുതുക. ഓക്കെ, മനസ്സിൽ വിചാരിക്കുക 100%. അതിന് 20% ലോസ്റ്റ് ആയി. അപ്പൊ ലോസ്റ്റ് നഷ്ടപ്പെട്ടു പോയത് എത്ര? 20%. അപ്പൊ ബാക്കി എത്രയാ വരിക? ബാക്കി അയാളുടെ കയ്യിൽ എത്ര പെർസെന്റേജ്? 80%. ഡൗട്ട് ഇല്ലല്ലോ. ബാക്കി 80% അയാൾ കയ്യിലുണ്ട്. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ളതിന്റെ 25% അയാൾ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചു. അതായത് 80ന്റെ 25%. അതായത് 80%ത്തിന്റെ 25% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓഫ്, അതായത് 25% ഓഫ് 80%. ഇതിന്റെ മലയാളം ഇംഗ്ലീഷ് 25% ഓഫ് 80% ആയ അയാൾ എന്തിനു വാങ്ങിക്കാൻ? സാധനങ്ങൾ വാങ്ങിക്കാൻ, ഗുഡ്സ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നത്. അത് എത്ര പൈസ എത്രയുണ്ട് നോക്കാം. 80%ന്റെ 80% ഇൻറ്റു 25% നമുക്ക് എങ്ങനെ എഴുതാം? 2500 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2500 നമുക്ക് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം പോകും. 4ന് 80 ആവുമ്പോൾ നമുക്ക് 20% നമുക്ക് കിട്ടി. അപ്പോൾ 20%ആണ് 20%. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇവിടെ 80/100 8 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 20/100 എന്ന് കിട്ടും. 20/100 പറഞ്ഞാൽ 20%. അതായത് 20% ആണ് അയാൾ എന്തിനു ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ വാങ്ങിക്കാൻ, ഗുഡ്സ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? 20%. അപ്പോ നോക്കുക, 20% അയാൾക്ക് നഷ്ടപ്പെട്ടു, അയാളുടെ കയ്യിൽ നിന്ന് പോയി. 20% അയാള് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചു. അപ്പോ എത്ര ശതമാനമായി? 20ഉം 20ഉം എത്രയായി? 40%. ഇപ്പൊ 40% അയാളുടെ കയ്യിൽ നിന്ന് അത് വിട്ട് കളഞ്ഞു. 40% പോയി. ആകെ ഉണ്ടായി നമ്മൾ വിചാരിച്ചത് 100% ആണല്ലോ. ഓക്കെ, അപ്പൊ ബാക്കി എത്ര പെർസെന്റേജ് ഉണ്ടാവുക? ആ 40ഉം കഴിച്ചാൽ ബാക്കി 60% ഉണ്ടാവും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിൽ ഇപ്പോഴ് 480 രൂപയുണ്ട്. അതായത് അയാളുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് ഇപ്പൊ എത്രയാണ്? ബാലൻസ് അയാളുടെ കയ്യിലുള്ളത് 60%, അതായത് 480 രൂപയാണ്.
അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താ എങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ്, എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് 60% നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 480 രൂപ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് 20% നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാനോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 480 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 160 എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 20% 160. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 20%. അപ്പൊ നമുക്ക് എത്ര എഴുതാം? അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 160 റുപ്പീസ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നഷ്ടപ്പെട്ടത് 20%, ബാക്കി അപ്പോൾ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 80%. അതിന്റെ 25%, 25% 1/4 ആണ്. അപ്പൊ 80%ന്റെ 25% എത്ര? 20%. അയാൾ എന്ത് വാങ്ങി? ഗുഡ്സ് വാങ്ങി, സാധനം വാങ്ങിക്കാൻ ഉപയോഗിച്ചു. അപ്പൊ 20% നഷ്ടപ്പെട്ടു, 20% ഗുഡ്സ് വാങ്ങിച്ചു. അപ്പൊ ടോട്ടൽ എത്ര പെർസെന്റ് അയാളുടെ കയ്യിൽ പോയി? 40% പോയി. ബാക്കി അയാളുടെ കയ്യിലുള്ളത് 480 രൂപയാണ്, 480 ആണ്. അപ്പൊ 40% കഴിച്ചാൽ പിന്നെ 40% കഴിച്ചാൽ പിന്നെ ബാക്കി എത്ര വരിക? 60%. ആ 60% ആണ് 480. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 20% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 60% ഡയറക്റ്റ് 20% കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇത് 20 ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത്. ദാ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഈ 60% എന്നിട്ട് 12% ആണ് ലോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ചോദ്യം വന്നു വിചാരിച്ചോ. അപ്പോൾ നമ്മൾ 60%ൽ നിന്ന് 1% കണ്ടുപിടിക്കും. എന്നിട്ട് എത്ര പെർസെന്റേജ് ആണോ നമ്മളത് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാട്ടോ. ഓക്കെ, 5th ക്വസ്റ്റ്യൻ. 80ന്റെ 1%, 2%, 3% എത്ര? വാട്ട് ഈസ് 1% ഓഫ് 2% ഓഫ് 3% ഓഫ് 80? ഈ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഓഫ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിൽ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കുട്ടികളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓഫ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മലയാളത്തിൽ ഇൻഡേ എന്ന് പറഞ്ഞാൽ ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്താ അർത്ഥം? 80%ന്റെ 1%ന്റെ 2%ന്റെ 3%. അപ്പോൾ 80 ഇൻറ്റു 1% പറഞ്ഞാൽ 1/100, 2% 2/100, 3% 3/100. ഇത്രയുമാണ് ഉള്ളത് അല്ലെ. ഈ 0 ഉണ്ടായതുകൊണ്ട് ഒരു 0 ഞാൻ കട്ട് ചെയ്തു. ബാക്കിയുള്ളത് നോക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. 8 1 8 8 2 16 3 48 നമുക്ക് കിട്ടും 48 ബൈ നമുക്ക് എത്ര 0 കിട്ടും? 1 2 3 4 5 0 അല്ലെ. 1 2 2 4 1 5. ഈ ഒരു 0 കട്ട് ചെയ്തുകൊണ്ട് ബാക്കി 5 0 കിട്ടും. അപ്പൊ ഇതിന് ഡെസിമലിൽ എഴുതിയാൽ നമ്മളുടെ ആൻസർ ആയി. പ്രിയപ്പെട്ട കുട്ടികളെ, 10 കൊണ്ടാണ് ഒരു നമ്പറിന് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഡെസിമലാണ് വരിക, ഒരു ദശാംശം വരും, ഒരു ദശാംശമാണ് ഉണ്ടാവുക. 100നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 ഡെസിമൽ, 2 ദശാംശമാണ് ഉണ്ടാവുക, 2 ദശാംശം ഉണ്ടാവുക. അപ്പോൾ ഈ 0-അനുസരിച്ചിട്ടാണ് നമുക്ക് ഡെസിമൽ ഉണ്ടാവുന്നത്. ഇവിടെ 5 0 ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിൽ 5 ഡെസിമൽ വേണം. അതായത് 48 എന്ന് എഴുതിയിട്ട് 5 ഡെസിമൽ വേണം. അപ്പൊ ഇവിടെ ഒരു ഡെസിമൽ ഇട്ട 2 നമ്പറേ ഉള്ളൂ. 3 ഇവിടെ ഇട്ട 3 നമ്പർ, ഇവിടെ ഇട്ട 4 നമ്പർ, ഇവിടെ ഇട്ടാൽ 5 നമ്പർ. അപ്പൊ 0.000448. അപ്പൊ 3 2 5 ഡെസിമൽ, 5 0. ഐഡിയ മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ ഒരു 0 കൂടെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആൻസർ കിട്ടുക 0.00048. മൂന്നാമത്തെ 4ാമത്തെ ഓപ്ഷൻ. ഓക്കെ, 6th question. A tank contains 30% of water. When 400 liter water poured, the water level in the tank become half of the tank. Find the capacity of this tank. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ടാങ്കിൽ 30% വെള്ളമുണ്ട്. ഇതാണ് ടാങ്കിന്റെ ചിത്രം എന്ന് വിചാരിക്കുക. അതിൽ 30% ഇപ്പോൾ ഓൾറെഡി വാട്ടർ ഉണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി വാട്ടർ ഉണ്ട്. നോക്ക്, ഇനി എന്താ ചെയ്യുന്നത്? 400 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളത്തിന്റെ അളവ് ടാങ്കിന്റെ പകുതിയായി. ടാങ്കിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ടാങ്കിന്റെ പകുതി ഇത്രയാന്ന് വിചാരിച്ചോ. ഇത് അതിന്റെ ടാങ്കിന്റെ പകുതിയാന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടം വരെ ആവുന്നത് എപ്പോഴാണ്? ഞാൻ ഇങ്ങനെ ഇതിടാം. ഇവിടം വരെ ആകുന്നത് 50% ആകുന്നത് എത്ര ലിറ്റർ വെള്ളം വരുമ്പോഴാണ്? ഇവിടെയുള്ള വെള്ളം എത്ര വരുന്നത്? 400 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോഴാണ്. 400 ലിറ്റർ. അപ്പൊ ഞാനിപ്പോ കുത്തനെ വരയിട്ടത് 400 ലിറ്റർ വെള്ളത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എങ്കിൽ ഇതിന് ഫുള്ള് എത്രയുണ്ട് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ,
ഒഴിക്കുന്നതിന് മുമ്പിലെ 30% ഉണ്ടായിന്, ഒഴിച്ചപ്പോൾ 50% ഉണ്ടായിന്. അപ്പൊ അവരുടെ ഡിഫറൻസ് എത്ര വരും? 50%, അത് 30%ന്റെയും ഡിഫറൻസ് പറഞ്ഞാൽ 20% വരും. കറക്റ്റ് ആണല്ലോ. ഈ 20% എത്ര വെള്ളം കൊള്ളുന്നുണ്ട്? 400 ലിറ്റർ കൊള്ളുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ ഇന്ത്യ വേൾഡ്, ഫുൾ എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഫുൾ എന്ന് പറഞ്ഞാൽ 100% ആണ് കാണേണ്ടത്. ഫുൾ എന്ന് പറഞ്ഞാൽ 100%. അപ്പൊ 20% നമുക്ക് 100% ആക്കാൻ എന്താ വഴി? ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 100% കിട്ടും. അപ്പൊ ഇപ്പുറം എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അതേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2000. 4 5 20, ബാക്കി 2 0. അപ്പൊ 100% നമുക്ക് എത്ര കിട്ടി? 2000 ലിറ്റർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. സോ സിമ്പിൾ അല്ലേ? 20% കിട്ടിയത് 400 ആണ്. നമുക്ക് 100% കണ്ടുപിടിക്കേണ്ടത്. 100% എന്ന് പറയുമ്പോൾ ഇതിന്റെ 20ന്റെ 5 മടങ്ങ് 100 ആകുമ്പോൾ 400ന്റെ 5 ടൈംസ് 5 മടങ്ങ് നമുക്ക് 2000 ലിറ്റർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ മൂന്നാമത്തതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇവര് തമ്മിൽ ഡിഫറൻസ് എഴുതിയിട്ട് അതിൽ നിന്ന് 100%ലേക്ക് എത്തിച്ചാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ നീളം 50% വർദ്ധിപ്പിക്കുകയും വീതി 50% കുറയ്ക്കുകയും ചെയ്തു എങ്കിൽ അതിന്റെ പരപ്പളവിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ്, ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ എത്ര തന്നു? 50% ആൻഡ് ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ്. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന റെക്ടാങ്കിൾ എന്ന് വിചാരിച്ചോ. എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ പകുതി നീളം കൂട്ടി എന്ന് പറഞ്ഞാൽ നീളത്തില് ഇവിടം വരെയാണ് ഇതിന്റെ നീളം ഉണ്ടായത് എങ്കിൽ ആ നീളം ഇതിന്റെ പകുതിയും കൂടെ അങ്ങോട്ട് 50% കൂട്ടി. പക്ഷെ ബ്രെഡ്ത്ത് എന്ത് ചെയ്തു അറിയോ? ഈ ബ്രെഡ്ത്ത് പകുതിയാക്കി ചുരുക്കി. അപ്പൊ ബ്രെഡ്ത്ത് ഇതിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. എങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കിട്ടും അല്ലെ? ഇതിന്റെ പകുതി അങ്ങോട്ട് കൂട്ടി പകുതി ഇങ്ങോട്ട് കുറച്ചു. അപ്പൊ ഈ ഇതിന്റെ ഏരിയയിൽ ഇതും തമ്മിലുള്ള ഏരിയ, ഇതും തമ്മിലുള്ള ഏരിയന്റെ മലയാളം പരപ്പളവ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ വരും എന്നുള്ളതാണ്. ക്ഷമിക്കണം, എത്ര പെർസെന്റേജ് വരും എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിന്റെ നീളം 100, ഇത് ഫുൾ 100% ലെങ്ത്, ഇത് 100% വിഡ്ത്തിലെ സംഭവമാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് 100% ആണെങ്കിൽ ഇതിപ്പോ എത്രയായി? 150%. ഇത് 100% എടുക്കുന്നതെങ്കിൽ ഇത് എത്ര ശതമാനമാവും? 50% കുറഞ്ഞു. അപ്പൊ എത്ര കിട്ടുന്നത്? 50% കിട്ടും. കറക്റ്റ് അല്ലേ? 50%. അതായത് 100 150 100 50 കുറയുമ്പോൾ അത് 50%. അപ്പോ ആദ്യത്തെ ഏരിയയും രണ്ടാമത്തെ ഏരിയയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 150/100നെ 150%ന് നമ്മൾ 50%, 50/100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കൂ, 0 0 കട്ട് 0 0 കട്ട് 15 നമുക്ക് കിട്ടും 75/100 എന്ന് കിട്ടും. 75/100 എന്ന് പറയുന്നത് എത്ര ശതമാനം വരും? 75% വരും. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ 100% ഉണ്ടായിട്ടുള്ള ഏരിയയുടെ 75% മാത്രമാണ് ഇവിടെ എത്ര വരുന്നത്? ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോഴ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ശതമാനം കുറഞ്ഞു? 100ൽ നിന്ന് 25%. അതായത് 25% കുറവ്, ഡിക്രീസ് ചെയ്യുന്നു ഏരിയ. അതായത് ഇതിന്റെ ഏരിയ എത്രയുണ്ടോ അതിന്റെ 25% കുറവായിരിക്കും ഇത് വരിക. ഇതിന്റെ 75% ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാല് ഇതിന്റെ 25% കുറവായിരിക്കും ഇത് വരിക. ഓക്കെ, ഇനി ഇതിപ്പം ഈ വഴി പ്രകാരം എപ്പോഴും ഡിക്രീസ് ആണ് വരിക കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ എല്ലാതെയും നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് അളവുകളും തുല്യമാണ്. നോക്കൂ കുട്ടികളെ, 50% ഇൻക്രീസ്, ഓർമ്മിക്കാൻ പറ്റിയ വളരെ എളുപ്പമായി, ഇങ്ങനെയൊന്നും എഴുതണ്ട. 50% ഇൻക്രീസ്, അതേമാതിരി എന്താണ് വരുന്നത്? 50% ഡിക്രീസ്. ഇതാണല്ലോ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക: 50 × 50 ഡിവൈഡഡ് ബൈ 100% ആണ് ആൻസർ വരിക. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 50 × 50 ബൈ 100%. പെർസെന്റേജ് ചോദ്യത്തിലുണ്ടാവും. അപ്പൊ 50 × 50 ബൈ 100 എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. 5 0 0 0 0 5 × 5 നമുക്ക് കിട്ടും 25%. ആൻസറിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ 25% ഓൾവേസ് ഡിക്രീസ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്.
ഇവിടെ വരുമ്പോൾ ഇത് ഇൻക്രീസോ ഡിക്രീസോ എന്നൊരു ഡൗട്ട് വരും. അതായത് ഒരേ പെർസെൻറ്റേജ് കൂടുകയും കുറയുകയും ചെയ്യുന്ന പ്രോബ്ലത്തിൽ എപ്പോഴും അതിൻ്റെ ഏരിയ കുറയുക മാത്രമേ ചെയ്യുള്ളൂ, ഒരിക്കലും കൂടില്ല. അപ്പോൾ 25% ഡിക്രീസ്. ഞാൻ നിങ്ങൾക്ക് വേറൊരു ചോദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ 20% ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ് ഇങ്ങനെ കിട്ടും, ഞാൻ 20% ഡിക്രീസ് ചെയ്യുന്നു. ഇതിന്റെ ആൻസർ 20 × 20/100. ഓർമ്മിക്കണം, ബൈ 100 ഉള്ളൂ, ഒരു 100 ഉള്ളൂ പെർസെൻറ്റേജ്. അപ്പൊ 0 0 0 0 2 × 2 4. അപ്പൊ ആൻസർ 4% ആണ് ആൻസർ വരിക. 4% ഡിക്രീസ്, കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഇതേമാതിരി ഒരേ പെർസെൻറ്റേജ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടി, നേരത്തെ മാതിരി തന്നെ 50% കൂട്ടി. പരപ്പളവിൽ മാറ്റം വരാതിരിക്കണമെങ്കിൽ വീതി എത്ര ശതമാനം കുറക്കണം? അപ്പൊ നേരത്തെ ചോദ്യം കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും. നീളം കൂട്ടി, വീതി കുറച്ചു, അപ്പോഴേ ഏരിയയിൽ മാറ്റം വന്നു, നിങ്ങൾ കണ്ടു, കുറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ 50% നീളത്തിൽ കൂട്ടി, പക്ഷെ ഏരിയയിൽ മാറ്റം വരാൻ പാടില്ല. ഞാൻ ചിത്രം വരച്ചുതരാം. ഇങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ ആദ്യം ഉണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു ഇവര്? ഈ നീളം അതേ പകുതിയും കൂടെ കൂട്ടി. അപ്പോൾ നീളം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കും അതിന്റെ പകുതിയും കൂടെ വന്നു. പക്ഷേ വീതി അതേമാതിരി കുറച്ചാൽ എന്താ സംഭവിക്കുക? ഇതിന്റെ ഏരിയ കുറയും. പക്ഷെ ഏരിയ ഇത് എത്രയുണ്ടോ അത്ര തന്നെ ഏരിയ ഉണ്ടാവണമെങ്കിൽ വീതി എത്ര പെർസെൻറ്റേജ് കുറക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വീതി കുറച്ചാൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടിന്റെയും ഏരിയ ഈക്വലായിട്ട് വരണം. അതൊരു പ്രത്യേക തരത്തിലുള്ള ചോദ്യമാണ് ഇത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ കുട്ടികളെ, അതായത് നീളത്തിന്റെ കാര്യം, ലെങ്ത്തിന്റെ കാര്യത്തിൽ എത്രയായി? 100 എന്ന് പറയുന്ന നീളം 100 ആണെന്ന് വിചാരിച്ചോ. 100 ഉണ്ടെങ്കിൽ അത് എത്രയായി മാറി? 150 ആയിട്ട് മാറി. ഡൗട്ട് ഒന്നുമില്ലല്ലോ. 150, അതായത് 100% അതിന്റെ ലെങ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പുതിയ ലെങ്ത് 150% ആയി മാറി. ഓക്കെ, അപ്പോൾ 150% ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഏരിയന്റെ ഫോർമുല എന്താ? ഏരിയ പരപ്പളവിന്റെ ഫോർമുല നമുക്കറിയാം. എന്താണ് വരുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് നീളം ഇൻറ്റു, മലയാളത്തിൽ എഴുതിയ നീളം ഇൻറ്റു വീതി. ഇതാണ് അതിന്റെ ഏരിയ. നീളം ഇപ്പൊ നമുക്ക് എത്രയായി? 150/100 150% ആയല്ലോ. 150% നമുക്ക് എങ്ങനെ എഴുതാം? 150/100 എന്ന് എഴുതാം. നീളായി. ഇത് നീളാണ്, ലെങ്ത് ആണ്. ഓക്കെ, ഇത് ആദ്യത്തെ ലെങ്ത്, ഇത് ഫസ്റ്റ് ലെങ്ത്, ഇത് രണ്ടാമത് മാറ്റമുണ്ടായ ലെങ്ത്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 150/100 കിട്ടി. 150/100 ഏതോ ഒരു വീതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ അതിന്റെ ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയയിൽ മാറ്റം വരാൻ പാടില്ല. ഏരിയ എത്ര ആയിരിക്കണം? നേരത്തെ 100% തന്നെ ആയിരിക്കണം. അപ്പൊ 100% തന്നെ ആവണമെങ്കിൽ ഇത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തായിരിക്കണം? 100% ഏരിയയിൽ മാറ്റം വരാൻ പറ്റുന്നില്ല. ഇതിന്റെ ഏരിയ എത്രയാണോ അതേ ഏരിയ തന്നെ ഇവിടെയും കിട്ടണമെങ്കിൽ ഇതിന്റെ ഏരിയ 100% എടുത്താൽ ഇതും അതേ വില തന്നെ ഇവിടെയും കിട്ടണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് വഴി? 100% കിട്ടണമെങ്കിൽ 150/100 എന്ന് പറയുന്ന ആളെ 100/150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 100/150 ആയാൽ മതിയല്ലോ. 100/150 ആയ 150 പോയി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് എന്ത് കിട്ടും? 100/100 വന്നാൽ 100% നമുക്ക് കിട്ടും. അപ്പൊ ഈ 150 കട്ട് ചെയ്തു, 100/100 കിട്ടും. 100/100 പറഞ്ഞാൽ 100%. കറക്റ്റ് അല്ലേ? 100% കിട്ടും. അപ്പൊ ഇങ്ങനെ ആകണം നമ്മളുടെ വീതി. അപ്പൊ പുതിയ വീതി ഇങ്ങനെ ആയാല് നമുക്ക് ആൻസർ എത്ര കിട്ടും? 100% കിട്ടും. അപ്പൊ ഇത് എത്ര പെർസെന്റേജ് ആയിട്ട് മാറുന്നു എന്ന് അറിയേണ്ടത്. അപ്പൊ അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 100/150 ആയ വീതിയെ നമ്മൾ 100% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100/150 100% മാറ്റി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0 കട്ട് ചെയ്യുക. 10 5 2 തവണ, 15 5 3 തവണ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200. 2 × 100 200/3 എന്ന് പറയുന്ന അത് കിട്ടും. 200/3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? നമുക്ക്
20 നമുക്ക് സാധാരണ ഡിവൈഡ് ചെയ്താൽ 6 6 3 18, ബാക്കി ഇവിടെ 2 വരും 20 വീണ്ടും നമുക്ക് 6 3 18 66 2/3 ആവും. അതായത് അതിന്റെ വീതി 66 2/3% ആയിട്ട് മാറും. അതായത് ബ്രെഡ്ത്ത് 66 2/3% ആയിട്ട് മാറും. അപ്പോൾ ഈ 150 എന്ന് പറയുന്നതിന് 66 2/3% കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 100% കിട്ടും എന്ന് അർത്ഥം. അപ്പൊ 66 2/3% വീതിയാവുമ്പോൾ വീതി ആദ്യം ഉണ്ടായത് 100% ആണെങ്കിൽ ഇവിടെ ഇപ്പൊ എത്ര ശതമാനം കുറഞ്ഞു? ഇത് വീതി ചുരുങ്ങിയല്ലോ. എത്ര കുറഞ്ഞു? 100-ൽ നിന്ന് എത്ര കുറഞ്ഞു? 100-ൽ നിന്ന് 66.2 2/3 കുറക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 33.1/3% എന്ന് കിട്ടും. അപ്പൊ എത്ര കുറഞ്ഞു? ഇത് കുറഞ്ഞതാണ്. അതായത് പുതിയ വീതി 66 2/3% വരും. ശ്രദ്ധിക്കുക, പുതിയ ബ്രെഡ്ത്ത് ന്യൂ ബ്രെഡ്ത്ത് 66 2/3% വരും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ബൈ 33 1/3% ഓഫ് ദി ഫസ്റ്റ് ബ്രെഡ്ത്ത്. ആദ്യത്തെ വീതിയിൽ നിന്ന് 33.1/3% കുറഞ്ഞതായിരിക്കണം രണ്ടാമത്തെ വീതി. എപ്പോഴ്? ഈ നീളം 50% കൂടുമ്പോൾ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് 150% വരുമ്പോ ഇത് എത്രയാവണം? ക്ഷമിക്കണം, എത്രയാവണം? 66 2/3 ആവണം. 66 2/3% ആവണം. അപ്പൊ ഇത് 150% ആവുമ്പോൾ നീളം 50% കൂടി. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി ഇത് 66 2/3 ആവുമ്പോൾ അതിന്റെ വീതി എത്ര പെർസെന്റേജ് കുറഞ്ഞു? 33.1/3% കുറഞ്ഞു. അപ്പൊ അതിന്റെ ആൻസർ അവിടെ സെക്കൻഡ് ഓപ്ഷൻ 33 1/3% എന്ന് പറയുന്ന ആൻസർ വരും. ഇത് കുറച്ച് പ്രയാസം ഉണ്ടാവും ചില കുട്ടികൾക്ക്, പക്ഷെ മനസ്സിലാക്കുക, അതായത് ഇത്രയേ ഉള്ളൂ, ഇത് കണ്ടുപിടിക്കുന്ന ഇത്രയേ ഉള്ളൂ. പുതിയ ലെങ്ത് 150%, 150/100 ആവുമ്പോൾ ആൻസർ 1 ആയിട്ട് 100% 1 ആയിട്ട് അല്ലെങ്കിൽ 100% ആയിട്ട് കിട്ടണമെങ്കിൽ വീതി എത്ര? ഇത് ലെങ്ത് ആയിട്ട് വരുമ്പോ എഴുതാം. ഇത് ലെങ്ത് ആയിട്ട് വരുമ്പോ ബ്രെഡ്ത്ത് എത്ര കിട്ടണം? 100/150 കിട്ടണം. 100/150 കിട്ടുമ്പോൾ മാത്രമേ 1 കിട്ടുള്ളൂ. 1 എന്ന് പറഞ്ഞാൽ 100%. അപ്പൊ ഇത് എത്രയായിരിക്കണം? 100/150 ആയിരിക്കണം വീതി വരുന്നത്. അപ്പൊ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പെർസെന്റേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പൊതുവെ മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.